സുവിശേഷത്തിൻ തെളിച്ചം ആത്മാർപ്പണം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം. അധ്വാനിപ്പവർ തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അധ്വാനിപ്പവർ തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന 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 സക്രാരിയിൽ
ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ പ്രസാദം എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. വലിയ സമാധാനവും സന്തോഷവും നിങ്ങളുടെ ഹൃദയങ്ങളെയും കുടുംബങ്ങളെയും ഭരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ടീമിലുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു സഹോദരന് 5ാമത്തെ കുഞ്ഞ് ജനിച്ചു. 6 മക്കളാണ്. 5ാമൻ സ്വർഗത്തിലാണ്. അതിനുശേഷം ജനിച്ച ഏറ്റവും ഇളയ കുട്ടി പെൺകുട്ടിയായിരുന്നു. ജനുവരി 1-ാം തീയതി സിസേറിയനിലൂടെയാണ് ആ കുഞ്ഞ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. ജനിച്ചപ്പോൾ മുതൽ തന്നെ ഈ കുഞ്ഞിന് ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടായി. വയറ്റിലെ പ്രശ്നങ്ങൾ, ഏതു സമയവും കരച്ചിൽ, അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങൾ ഈ കുഞ്ഞിനെ അലട്ടുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ കുഞ്ഞിൻ്റെ ജ്ഞാനസ്നാന ദിവസം അടുത്തപ്പോൾ 5ാമത്തെ കുഞ്ഞായതുകൊണ്ട് അവരുടെ രൂപതയുടെ ബിഷപ്പ് ഈ കുഞ്ഞിനെ ജ്ഞാനസ്നാനം നൽകാനായിട്ട് വരാം എന്ന് അറിയിച്ചു. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ പിതാവായ ഞങ്ങളുടെ ടീമിലുള്ള സഹോദരൻ ഇങ്ങനെ പറഞ്ഞു, ചേട്ടാ, പിതാവാണ് വരുന്നത്. പിതാവ് അറിയാമല്ലോ, സഭയിലെ ഔദ്യോഗികമായിട്ട് എക്സോർസിസ്റ്റ് അഭിഷേകമുള്ള ആളാണ്, ഭൂതോച്ചാടന വരമുള്ള ആളാണ്. പിതാവ് വരുമ്പോൾ നമുക്ക് ഈ വലിയൊരു ഡെലിവറൻസ്, ഈ മിനിസ്ട്രിക്ക്, നമ്മുടെ കൂട്ടായ്മയ്ക്ക്, കുടുംബത്തിന് ഒക്കെ ഈ ഒരു വലിയ വിടുതൽ ലഭിക്കുന്ന ശുശ്രൂഷയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് കാത്തിരിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ കുഞ്ഞിൻ്റെ ജ്ഞാനസ്നാന ദിവസം അഭിവന്യ പിതാവ് കടന്നു വന്നു. ജ്ഞാനസ്നാന ശുശ്രൂഷകൾ കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും കുഞ്ഞിൻ്റെ വിടുതലിന് വേണ്ടിയും ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിച്ച് നല്ലതുപോലെ ശ്രദ്ധാപൂർവം ഭക്തിയോടെ ആ കൂദാശകളിൽ പങ്കുചേർന്നു. കൂദാശ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് എത്തുമ്പോൾ ആ കുഞ്ഞിൻ്റെ അതുവരെ ഉണ്ടായിരുന്ന പ്രശ്നം എല്ലാം ഒരു നിമിഷം കൊണ്ട് മാറുന്നത് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. ആ കുഞ്ഞിന് എല്ലാ സമയവും വയറ്റിൽ നിന്ന് അല്പാൽപമായിട്ടിങ്ങനെ ലീക്ക് ചെയ്യുമായിരുന്നു. കൂടെ പാഡുകൾ മാറ്റേണ്ടി വരുമായിരുന്നു. എന്നാൽ അന്ന് പള്ളിയിലെ ശുശ്രൂഷകൾ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ കുഞ്ഞിന് നന്നായി വയറൊഴിയാനും അതിനുശേഷം അവൾ ശാന്തമായി ഉറങ്ങാനും, അതുമുതൽ ഇങ്ങോട്ട് എല്ലാ ദിവസവും ഒരിക്കൽ പോലും അവൾ അകാരണമായി കരഞ്ഞ് ബഹളം വയ്ക്കുകയോ ആരെങ്കിലും ബുദ്ധിമുട്ടിക്കുകയോ ചെയ്തിട്ടില്ല. ഈ സംഭവത്തിന് ഞങ്ങളെല്ലാവരും സാക്ഷികളാണ്. ഞാൻ പറയാൻ വന്നത് ഇതാണ്: സഭയിലെ വിശുദ്ധ കൂദാശകളിലൂടെ ദൈവം നമുക്ക് നൽകുന്ന പ്രസാദപരം, ദൈവത്തിൻ്റെ ശക്തി വിശ്വാസപൂർവം സ്വീകരിക്കുന്നവർക്ക്, ബോധ്യത്തോടെ സ്വീകരിക്കുന്നവർക്ക് അത് അതിൻ്റെ 100% അതിൻ്റെ മുഴുവൻ സത്തയും ശക്തിയും സ്വീകരിക്കുവാനായിട്ട്, പ്രാപിക്കുവാനായിട്ട് സാധിക്കും. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഈ കൂദാശകളിലൂടെ ദൈവം എനിക്ക് നൽകിയ ചില വിടുതലുകളും ചില അഭിഷേകവുമൊക്കെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് എൻ്റെ 30ാമത്തെ വയസ്സിൽ വിവാഹമെന്ന കൂദാശയിലൂടെ ഒരു ജീവിത പങ്കാളിയെ എനിക്ക് നൽകി. ഞാൻ അതിനു മുൻപ് ചെറിയ തോതിലൊക്കെ ഒരു ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും പള്ളിയിൽ നിന്ന് അനേകം ദമ്പതികളെ കർത്താവ് ഒരുമിച്ച് ചേർക്കുന്ന കൂദാശകൾക്ക് സാക്ഷ്യം വഹിക്കുമ്പോൾ ആ ശുശ്രൂഷകളുടെ അടുത്ത് നിന്ന് വൈദികനിലൂടെ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ, വാഗ്ദാനങ്ങൾ, ഇതെല്ലാം ഞാൻ ശ്രദ്ധയോടെ കേൾക്കുമായിരുന്നു. എൻ്റെ വിവാഹ ദിവസം ഞാൻ എൻ്റെ ഭാര്യയുടെ കൈകോർത്ത് പിടിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ ആ വിവാഹ വ്രത വാഗ്ദാനം എടുക്കുമ്പോൾ ബോധപൂർവം അതിനു മുമ്പ് ഞാൻ കേട്ട് പഠിച്ചിട്ടുള്ളത് ഓരോ വാഗ്ദാന വചനങ്ങളും ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ ഏറ്റവും ബോധ്യത്തോടെ, വിശ്വാസത്തോടെ, പ്രത്യാശയോടെ ഞാനത് ഏറ്റുപറഞ്ഞു. എൻ്റെ ജീവിത പങ്കാളി എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് നൽകിയ ഏറ്റവും വലിയൊരു സമ്മാനമാണ്. അങ്ങനെ ഈ വിവാഹമെന്ന കൂദാശയിൽ ആ കൂദാശ സ്വീകരിക്കുന്നു. അതിൻ്റെ വാഗ്ദാനങ്ങൾ നമ്മൾ ഏറ്റുപറഞ്ഞതിന് ശേഷം വൈദികൻ നമുക്ക് നൽകുന്ന, സഭയിലെ കർത്താവ് വൈദികനിലൂടെ നൽകുന്ന ചില അനുഗ്രഹങ്ങൾ, ചില വാഗ്ദാനങ്ങളുണ്ട്. ഇരുകരങ്ങൾ ഉയർത്തി ദമ്പതിമാർക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാനത് ദൈവകരങ്ങളിൽ നിന്ന് വിശ്വാസത്താൽ പ്രാപിക്കുകയായിരുന്നു.
അതിനകത്ത് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ചില അനുഗ്രഹ വചസ്സുകൾ. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തലമുറകളെ കാണുവാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി, ദീർഘായുസിന് വേണ്ടി മക്കളും മക്കളുടെ മക്കളും അങ്ങനെ അനേക തലമുറകളെ കാണാൻ ഭാഗ്യം നൽകട്ടെ എന്ന് അച്ഛൻ അനുഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആവശ്യ നേരത്ത് ആശ്വാസമരുളുന്ന ആത്മസുഹൃത്തുക്കൾ ഉണ്ടാകട്ടെ എന്ന ഒരു വലിയ അനുഗ്രഹം വൈദികനിലൂടെ കർത്താവ് നമുക്ക് നൽകുന്നുണ്ട്. സഹോദരങ്ങളെ, ഇതിൻ്റെ ഒരു വലിയ ഫലം അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. 2012 ജൂലൈ 31 ആലപ്പുഴയിലുള്ള നാഷണൽ ഹൈവേയിൽ വെച്ച് എൻ്റെ മകൻ സ്കൂൾ വിട്ട് അവൻ സൈക്കിളിൽ വരുമ്പോൾ ഒരു ടെമ്പോ ട്രാവലർ അവനെ ഇടിച്ചു. അവൻ വണ്ടിയുടെ അടിയിലേക്ക് തെറിച്ചു വീണു. മാരകമായ പരിക്കുകളോടുകൂടി അവൻ മരിച്ചോ ജീവിച്ചോ എന്നറിയില്ല. ആ വണ്ടിയുടെ അടിയിൽ നിന്ന് വലിച്ചെടുക്കുമ്പോൾ അവനൊന്ന് ഞരങ്ങി, പിന്നെ നിശബ്ദനായി എന്ന് എൻ്റെ കുഞ്ഞിനെ വലിച്ചെടുത്ത മനുഷ്യൻ പിന്നീട് പറഞ്ഞു. അവരാശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ 2 പേര് അവനെ മടിയിൽ കിടത്തിയാണ് കൊണ്ടുപോയത്. അവർ പറഞ്ഞു, ചേട്ടാ ഇത് തീർന്നെന്ന് തോന്നുന്നു. അങ്ങനെയാണ് അവരവനെ ആശുപത്രിയിൽ എത്തിച്ചത്. പ്രിയപ്പെട്ടവരെ, മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പരിചരണം അത്ര തൃപ്തികരമായിരുന്നില്ലായിരുന്നു. എന്നാൽ ഞാനവിടെ ചെല്ലുമ്പോൾ, വിവരമറിഞ്ഞ് ഞാനവിടെ ചെല്ലുമ്പോൾ ദൈവം നൽകിയ വലിയ കൃപ, ശാന്തനായി അവിടെ നിൽക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. എൻ്റെ ഭാര്യ ഓടി വന്ന് ഈ സംഭവം കണ്ടിട്ട് അവളും വല്ലാതെ അസ്വസ്ഥയായെങ്കിലും സാധാരണ സംഭവിക്കാറുള്ളത് പോലെ സമനില തെറ്റി യാതൊന്നും പ്രകടിപ്പിച്ചില്ല. ഞാൻ അവളുടെ കൈക്ക് പിടിച്ച് മാറ്റി നിർത്തിയിട്ട് എൻ്റെ ഭാര്യയോട് ഞാൻ സ്നേഹപൂർവ്വം ഒരു കാര്യം പറഞ്ഞു. ആനിമോളെ, ഞാൻ പറയുന്നത് മാത്രമേ നീ ഇപ്പോൾ ശ്രദ്ധിക്കാവൂ. ഞാൻ പറയുന്നത് മാത്രം നീ വിശ്വസിക്കുക. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചത്. ഈ 2 വർഷക്കാലവും ഞങ്ങൾ ഒരുമിച്ച് കരങ്ങൾ കോർത്ത് പ്രാർത്ഥിച്ചിരുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു. ദൈവമേ, ഞങ്ങൾക്കൊരു ആൺകുഞ്ഞിനെ വേണം, ദീർഘായുസ്സുള്ള ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് വേണം, ആരോഗ്യമുള്ള ഒരു കുഞ്ഞായിരിക്കണം, അവൻ ദൈവത്തെ അറിയുന്നവനും മറ്റുള്ളവർക്ക് ദൈവത്തെ പകർന്നു കൊടുക്കുന്നവനുമായിരിക്കണം, അവൻ ബുദ്ധിയുള്ളവനായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അവൻ്റെ പ്രൊഫഷനെക്കുറിച്ചോ അവൻ നാളെ ആരായിത്തീരണമെന്നോ ഒന്നും ഞങ്ങൾ ഡിമാൻഡ് ചെയ്തിരുന്നില്ല. അവൻ ഏത് ജോലിയിലേക്ക് പ്രവേശിച്ചാലും, അതെത്ര താഴ്ന്ന തരം ജോലിയാണെങ്കിലും ചെയ്യുന്ന ജോലിയിൽ അവൻ വിശ്വസ്തനായിരിക്കണമെന്ന് മാത്രമേ ഞങ്ങൾ അവനെ പഠിപ്പിച്ചിട്ടുള്ളൂ. പ്രിയപ്പെട്ടവരെ, എൻ്റെ മകൻ 14-ാമത്തെ വയസ്സിൽ അവനെ കണ്ടാൽ തിരിച്ചറിയാത്ത വിധം മുറിവുകളേറ്റ്, ക്ഷതങ്ങളേറ്റ്, അസ്ഥികളൊടിഞ്ഞ് അവൻ ഈ ആശുപത്രി കിടക്കയിൽ കിടക്കുമ്പോൾ ഞാൻ എൻ്റെ ഭാര്യയെ മാറ്റി നിർത്തി പറഞ്ഞു, അനിമോളെ, നമ്മൾ 2 വർഷക്കാലം ഒരുമിച്ച് പ്രാർത്ഥിച്ചത് ദീർഘായുസ്സുള്ള ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടാണ്. ഈ 14 വയസ്സ് ദീർഘായുസ്സല്ല. എനിക്കറിയില്ല ആ സമയത്ത് എനിക്കെങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ സാധിച്ചുവെന്ന്. ഞാൻ പറഞ്ഞു, അനിമോളെ, ബൈബിളിൽ നമ്മൾ കാണുന്നത് മനുഷ്യായുസ് 70 ഏറിയാൽ 80 എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും ദീർഘായുസ്സിന് മിനിമം 80 വയസ്സ് ദൈർഘ്യമുണ്ടാകും. ഞാൻ അവളോട് പറഞ്ഞു, നീ വേറൊന്നും ചിന്തിക്കരുത്, ദീർഘായുസ്സുള്ള കുഞ്ഞിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചില്ലേ, അവൻ തീർച്ചയായും മടങ്ങി വരും. ഈ 14 വയസ്സ് ദീർഘായുസ്സല്ല എന്ന് നീ തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മൾ അന്ന് വിശുദ്ധിയോടെ, നമ്മൾ അന്ന് എങ്ങനെ പ്രാർത്ഥിച്ചോ അതെല്ലാം കർത്താവിനോട് നമ്മൾ അവകാശമായി ചോദിച്ച് നീ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക, ശാന്തമായിരിക്കുക. ഞങ്ങളാരും ഒന്നിനും ഇടപെട്ടില്ല. ആശുപത്രിയിൽ ആരും മൈൻഡ് ചെയ്യാതെ, ഓക്സിജൻ പോലും കിട്ടാതെ അവൻ കിടന്നപ്പോൾ എൻ്റെ മോൻ്റെ സ്കൂളിലെ പ്രിൻസിപ്പൾ ഈ സംഭവം കണ്ടിട്ട് ആശുപത്രി അധികൃതരോട് വഴക്കിട്ട്, എന്ന് പറഞ്ഞാൽ അവരുടെ മാന്യമായ രീതിയിൽ അവരോട് ആശുപത്രിയിൽ ഡിസ്ചാർജ് വാങ്ങി എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്ക് ഞങ്ങൾ പോയി. ഈ ആശുപത്രിയിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങളുടെ മകനെ അവിടെയുള്ള ഡോക്ടർമാർ കൈകളിൽ ഏറ്റുവാങ്ങി അവരൊരു ലിഫ്റ്റിൽ മുകളിലേക്ക് അവനെ കൊണ്ടുപോയി. ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ അപ്പുറത്തുള്ള സ്റ്റെയർ വഴി കടന്നു വരിക. ഞങ്ങൾ ആ സ്റ്റെയർ കേസ് കടന്ന് മുകളിലേക്ക് ഓരോ സ്റ്റെപ്പ് വെച്ച് കയറുമ്പോൾ ഞാൻ എൻ്റെ ഭാര്യയുടെ കൈ പിടിച്ച് പറഞ്ഞു, നമ്മുടെ മോൻ ഈ പടവുകൾ അവൻ്റെ സ്വന്തം കാലുകൾ കൊണ്ട് ചവിട്ടി ഇറങ്ങി വരും. അവൻ തീർച്ചയായും അവനെ ലിഫ്റ്റിൽ എടുത്തുകൊണ്ടാണ് പോയെങ്കിൽ അവൻ ഈ ആശുപത്രിയുടെ പടവുകൾ അവൻ്റെ കാലുകൊണ്ട് നടന്ന് ഇറങ്ങി വരും. നമുക്കത് കാണാം. ഈ ആശുപത്രിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ 3 ദിവസം കൊണ്ട് എൻ്റെ 2 കാതുകളും ഒരുപക്ഷെ പഴുത്തു പോകുന്നത് പോലെ ഫോൺ കോളുകളുടെ പ്രവാഹം. ആശ്വാസമരുളുന്ന ആത്മസുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടാകട്ടെ എന്നുള്ള ആ വൈദികൻ്റെ ആശീർവാദം, അത് വിശ്വാസത്തോടെ ഏറ്റുവാങ്ങിയത് ഞാൻ അവിടെ കാണുകയായിരുന്നു. എനിക്കറിഞ്ഞുകൂടാത്ത ദേശങ്ങളിൽ നിന്ന്, നാട്ടിൽ നിന്നൊക്കെ അനേകായിരങ്ങൾ എന്നെ ഫോൺ വിളിച്ച്, ഞാനൊരു ജീസസ് യൂത്ത് ആയിരുന്നു, ജീസസ് യൂത്ത് മുന്നേറ്റവുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ
ഈ ഇന്നത്തെ സമൂഹ മാധ്യമങ്ങൾ, വാട്സാപ്പ്, ഫേസ്ബുക്ക് പോലെയുള്ള മാധ്യമങ്ങളിലൂടെ ഈ മകൻ്റെ അപകട വാർത്ത രാജ്യം മുഴുവൻ, ലോകം മുഴുവൻ അത് പടർന്നു. അനേകരെ എന്നെ വിളിച്ചു, അന്യനാടുകളിൽ നിന്ന് അനേകം പേരെന്നെ വിളിച്ചു. ഈ അവസരം ഞാൻ എനിക്ക് വേണ്ടി, എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറയുവാൻ കൂടി ഉപയോഗിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും എനിക്ക് ആശ്വാസമരുളുന്ന ആത്മസുഹൃത്തുക്കളായിരുന്നു. അന്യരാജ്യങ്ങളിൽ നിന്നൊക്കെ അനേകം പേരെ വിളിച്ചു. ഞങ്ങൾ ആശുപത്രിയിലേക്ക് പുറപ്പെടുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ വെറും 700 ചില്ലുവാനും രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത്. 1.25 ലക്ഷത്തിനടുത്ത രൂപ ആശുപത്രിയിൽ തന്നെ ചിലവായി. അതിന് പുറമെ മറ്റ് ചിലവുകളുമൊക്കെ ഉണ്ടായി. ഈ സമ്പത്തെല്ലാം ഉദാരമതികളായ ഈ ആത്മസുഹൃത്തുക്കൾ അവരുടെ ഹൃദയത്തിൽ നിന്ന്, അവരുടെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങൾക്ക് പങ്കുവച്ചു തന്നതാണ്. അത്ഭുതമെന്ന് പറയട്ടെ, പ്രാർത്ഥനയുടെ മാത്രം ഫലമായി, മരുന്നുകളുടെയല്ല, ചികിത്സയുടെയല്ല, ആ പ്രാർത്ഥനയുടെ മാത്രം ഫലമായി 11ാമത്തെ ദിവസം ആശുപത്രി വിട്ടിറങ്ങാൻ ഞങ്ങളുടെ മകനെയും കൊണ്ട് ഞങ്ങൾ പറഞ്ഞതുപോലെ, പ്രാർത്ഥിച്ചതുപോലെ ആശുപത്രി വിട്ടിറങ്ങാൻ ദൈവമിടയാക്കി. അന്ന് ഡോക്ടർ അവൻ്റെ തോളിൽ തട്ടി പറഞ്ഞു, ഹീസ് എ മിറക്കിൾ ബോയ്, ഇവനൊരു അത്ഭുതപുത്രനാണ് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ജീവിക്കാൻ യാതൊരു സാധ്യതയുമില്ലെന്ന് ആദ്യ ദിവസം അദ്ദേഹം ഞങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞിരുന്നതാണ്. ഞാൻ പറഞ്ഞത്, ഈ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏതെങ്കിലും ഒരു കൂദാശ സ്വീകരിക്കുമ്പോൾ, നമ്മൾ ഏതെങ്കിലും ഒരു കുർബാന സ്വീകരിക്കാൻ പള്ളിയിൽ പോകുമ്പോൾ, അന്ന് നമുക്ക് വൈദികൻ നൽകുന്ന ആശീർവാദം നമ്മൾ ശിരസാവഹിക്കണം, അത് നമ്മൾ ഏറ്റുവാങ്ങണം. വിശ്വാസത്താൽ ഹൃദയം കൊണ്ട് അത് നമ്മൾ ഏറ്റുവാങ്ങണം. ഒരു ജ്ഞാനസ്നാന ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ, അവസാനം പങ്കെടുത്ത എല്ലാവരെയും അച്ഛൻ ആശീർവദിക്കുമ്പോൾ ആ ആശീർവാദം നമ്മൾ ഏറ്റുവാങ്ങണം. അതുപോലെ തന്നെ നമ്മൾ സ്വീകരിക്കുന്ന ഓരോ കൂദാശയോടുമുള്ള നമ്മുടെ വിശ്വസ്തത, അതും വളരെ പ്രധാനപ്പെട്ടതാണ്. തിരിച്ചറിവോടുകൂടി ഈ കൂദാശകളെ നമ്മൾ സ്വീകരിക്കുമ്പോൾ, വിശ്വാസത്തോടെ നമ്മളത് പ്രാപിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ശക്തിയോടെ ഈ ഭൂമിയിൽ നമുക്ക് സാംസനെ പോലെയോ, ഏലിയായെ പോലെയോ, യെശയ്യായെ പോലെയോ ഒക്കെ, എലീഷയെ പോലെയോ ഒക്കെ നമുക്ക് വ്യാപരിക്കാൻ സാധിക്കും. നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, പരിശുദ്ധ സഭയിലൂടെ അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന വിശുദ്ധ കൂദാശകളും സർവ്വ അനുഗ്രഹങ്ങളും പ്രാപിച്ച് അതിനനുസരിച്ച് ഭൂമിയിൽ ദൈവത്തിൻ്റെ സാക്ഷികളായി ശക്തിയോടെ ജീവിക്കുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഒരു
കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന